ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റേബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോൾ എന്താ വീഡിയോ ഇതിനെ കുറിച്ചാ പറഞ്ഞാൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ അതിന്റെ ഒരു റിവ്യൂ ആണ്, സ്പോയിലർ റിവ്യൂ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് എന്തിനാ പറഞ്ഞു വെച്ചാൽ സ്പോയിലറോട് കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവും. സ്പോയിലർ പറഞ്ഞാൽ സസ്പെൻസ്, ത്രില്ലർ, കാമിയോ റോൾസ് ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും എന്നിട്ട് അടിച്ചു തൂക്കി എല്ലാം ഞാൻ പറയാൻ പോണ്. അപ്പോൾ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വന്ന് കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, മൂവി എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഡൈ ഹാർഡ് ഫാൻ ഓഫ് വൂൾവറിൻ ആണ്. ഓക്കെ, അപ്പോൾ ഡെഡ് പൂൾ ഞാൻ തിയേറ്ററിൽ പോയി കാണില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറയുള്ളൂ. ഓക്കെ, എല്ലാം ഞാൻ വന്ന് ഡൈ ഹാർഡ് ഫാൻ ഓഫ് വൂൾവറിൻ ലോഗൻ മുള്ളുവരില്ലേ ആ സംഭവം. അപ്പോൾ ആളുടെ ഡെഡ് ഹാർഡ് പറഞ്ഞാൽ വെറിയനാണ്. ഓക്കെ, വെറിയനാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഈ മൂവി തിയേറ്ററിൽ പോയി കാണാൻ പോയത് എന്ത് കാരണമാണെന്ന് പറഞ്ഞാൽ വൂൾവറിൻ ഉണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോയത്. അപ്പോൾ ആസ് എ വൂൾവറിൻ ഫാൻ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ബട്ട് ആസ് എ മൂവി ഇറ്റ് വാസ് എ നൈസ് മൂവി, എന്റർടൈൻമെന്റ് മൂവി, നല്ലൊരു മൂവി, ഒരു കംബാക്ക് തന്നെയാണ്. മാർവലിന്റെ ഒരു നല്ലൊരു കംബാക്കാണ് ആഫ്റ്റർ എൻഡ് ഗെയിം. പിന്നെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വേറൊരു പാർട്ട് ഇറങ്ങിയില്ല ലാസ്റ്റ് ആയിട്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഫുൾ എന്റർടൈൻമെന്റ്, കാരണം കുറെ ക്യാമിയോസ് ഉണ്ട്, കുറെ സർപ്രൈസസ് ഉണ്ട്, സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ ഉണ്ട് കുറെ. ഞാൻ പറയാം ഒന്നൊന്നായിട്ട്. ഫസ്റ്റ് എന്ത് കാരണം എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെടാത്ത കാരണം എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ വൂൾവറിൻ ഈ മൂവിയിലുണ്ട്. ആ വന്നിട്ട് 2009 ഇറങ്ങിയ എക്സ്മെൻ ദി വൂൾവറിൻ ഒറിജിൻ പറഞ്ഞിട്ട് മൂവി ഇല്ലേ, എങ്ങനെയാണ് ആഡമാൻഡിയം എങ്ങനെയാണ് സൂചിയൊക്കെ കുത്തിയിട്ട് കയറ്റില്ലേ, മൊത്തം മെറ്റല് ബോഡിയിലൊക്കെ കയറ്റിട്ട് എണിച്ചു വരില്ലേ വെള്ളത്തിനൊക്കെ, ആ പടം കണ്ട് വെറിയായ ആളാണ് ഞാന്. അപ്പൊ തൊട്ടേ ഞാൻ ഫാനാണ്. ഓക്കെ, വൂൾവറിന്റെ ഈ പടത്തിൽ വന്നിട്ട് മെയിൻ ആയിട്ട് ഡെഡ്പൂളാണ് മെയിൻ ക്യാരക്ടറായി കാണിക്കുന്നത്. സൈഡിലും ഉണ്ടാകാണ്ട് ഒന്നും പറയാണ്ട് നിൽക്കണ പോലെയാണ് കാണിക്കുന്നത് വൂൾവറിൻ. പക്ഷെ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത്ര കൊല്ലമായി എന്റെ ആളിനെ യെല്ലോ സൂട്ടിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കോമിക്കിലൊക്കെ യെല്ലോ സൂട്ടാണ്, യൂണിഫോം ഇട്ടിട്ടില്ല. പക്ഷെ ഈ മൂവിയിൽ യെല്ലോ സൂട്ട് വിത്ത് മാസ്ക് ഗൈസ്, മാസ്ക്, ഹെൽമെറ്റ് കൈൻഡ് ഓഫ് സംഭവമില്ലേ, അതിട്ടു. സന്തോഷം. താങ്ക് യു ടു മാർവൽ ആൻഡ് ദ പ്രൊഡക്ഷൻ കമ്പനി ആൻഡ് ടു എവരി വൺ to make that happen. Thank you from the bottom of my heart for making that happen, because വൂൾവറിൻ ആണ് ഒരു സ്യൂട്ട് ഇല്ലാണ്ട് കുറെ കാലം കണ്ടത്. ഇപ്പോൾ ഈ മൂവിയിൽ സന്തോഷം, ഒരു ഹെൽമെറ്റും കൊടുത്തതിന് വളരെ സന്തോഷം. ഈ മൂവി ഫുൾ ഓഫ് ഫാൻസിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, ഫാൻസിന്റെ ഒരു ഒപ്പീനിയൻസ്, ഫാൻസ് പറഞ്ഞതൊക്കെ ഈ മൂവിയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമിയോയിൽ ഞാൻ കണ്ടു നെട്ടിയ ക്യാരക്ടറായ പറഞ്ഞാൽ ഹെൻറി കാവലാണ്. ഹെൻറി കാവൽ നമ്മുടെ സൂപ്പർമാന്റെ മാൻ ഓഫ് സ്റ്റീലിന്റെ വരില്ലേ, ഇതില് ഡിഫറെന്റ് ടൈം ലൈനിൽ പോകുമ്പോൾ ഓരോ വൂൾവറിന് നല്ലൊരു വൂൾവറിൻ ക്യാരക്ടറിനെ തേടി പോകും. നമ്മുടെ ഡെഡ്പൂൾ പോകുമ്പോൾ വൺ ഓഫ് ദ വൂൾവറിൻ ആരാണ് പറഞ്ഞാൽ ഹെൻറി കാവലാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എത്ര സൂപ്പർ ആണെന്ന്. ഞാൻ നന്നായിട്ടുണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ ഇപ്പോ താടിയൊക്കെ വെച്ച് ഭയങ്കര ബൾക്കായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു പഞ്ചാണ്. ആ ക്യാമിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്രിസ് എവൻസ് ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, നമ്മുടെ ഹ്യൂമൻ ടോർച്ച് ഇല്ലേ, മറ്റേ ഫാന്റാസ്റ്റിക് ഫോറില് തീ കത്തില്ലേ, ആ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, അത് സൂപ്പർ ആയിരുന്നു. പിന്നെ ബ്ലേഡ് വരുന്നുണ്ട്. വൂൾവറിന്റെ ആട്ടം ക്യാരക്ടർ ഇങ്ങനെ നഖം വരില്ലേ ചെറുതായിട്ട്, ഏട്ടൻ ക്യാരക്ടർ വേറെ മൾട്ടിവേഴ്സിന് വരും. ആളുണ്ട്, ആളിനെ ഒറ്റയടിക്ക് നമ്മുടെ വൂൾവറിന് തല കട്ട് ചെയ്ത് കൊല്ലും. അത് സൂപ്പർ സീനാണ്. മൊത്തത്തിൽ ഈ മൂവി എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് എ എന്റർടൈൻമെന്റ് മൂവി. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ആസ് എ വൂൾവറിൻ ഫാൻ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ബട്ട് ആസ് എ മൂവി ഇറ്റ് വാസ് എ നൈസ് മൂവി. ഇറ്റ് ഈസ് എ ഡെഡ്പൂൾ മൂവി. സോ എന്നെ പോലെ എത്ര പേര് വൂൾവറിൻ ഫാനാണ് പറഞ്ഞാൽ അവർക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നി പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. കൊണ്ടുവന്നതേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വൂൾവറിന് ലോകനിൽ കൊന്നു എല്ലാരും കൂടെ ചെത്തു, അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിന് വന്നിട്ട് ഡോക്ടർ ഡൂം മാർവൽ വില്ലനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് വർക്ക്ഔട്ട് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ അവർക്ക് തന്നെ ബാക്ക് ഫയർ ആവുമെന്ന് എനിക്കറിയില്ല. നോക്കാം. എന്തായാലും വായനൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാത്ത പോലെ ആക്കുന്നുണ്ട് തോന്നുന്നു. നന്നായിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടു പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാ. പിന്നെ എത്ര പേർക്ക് മൂവി ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാ. എത്ര പേര് വൂൾവറിൻ ഫാനാ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഡെഡ്പൂളിന് ലിമിറ്റേ ഇല്ല. ഫുള്ളായിട്ട് എല്ലാവരെയും പിടിച്ചിട്ട് കളിയാക്കുകയാണ് ആള്. ഫുള്ളായിട്ട് R rated, ഫുള്ളായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇരുന്ന്
ക്യാപ്റ്റൻ അമേരിക്കയിലിരുന്ന് വൂളുവരുന്നിരുന്ന് എല്ലാവരെയും കളിയാക്കുക. നല്ല രസമാണ് കാണാൻ മൂവി. ഇറ്റ്സ് എന്റർടൈൻമെന്റ് മൂവി, ഫുൾ എന്റർടൈൻമെന്റ്. ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ അടുത്ത വീഡിയോ ഞാൻ വൈകാതെ ഇടും. അടുത്ത വീഡിയോ ഞാൻ എന്തിനും കുറച്ച് റിയേറ്റിനും വേണം കമന്റ് ബോക്സ് പറയാം. എന്ത് വീഡിയോ ചെയ്യണം പറഞ്ഞാൽ അത് കമന്റ് ബോക്സ് പറയാം. ഓക്കെ, ബൈ ഗൈസ്, ഇറ്റ്സ് മീ യുവർ എബി. ലവ് യു ഗൈസ്.